Good morning. Okay. ഇന്നലെ ജോബ് സാറായിരുന്നു അല്ലേ ക്ലാസ്സില്? ഞാൻ ഇന്നലെ ലീവായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു ലീവ് എടുക്കേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസങ്ങൾ ഇത്തിരി വയ്യൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മോന്റെ സ്കൂളിൽ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവൻ 10th-ലാണ്. അപ്പൊ ഫസ്റ്റത്തെ മീറ്റിംഗ് അല്ലേ, അതുകൊണ്ട് ജസ്റ്റ് അപ്പൊ മീറ്റിംഗിന് പോകാം, എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണണമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഒരു ചെസ്റ്റ് പെയിന്, അതുപോലെ ബാക്കിൽ ഒരു വേദന ഉണ്ടായിരുന്നേ. അപ്പൊ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ക്ലാസ് കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുഴപ്പമില്ല. നമ്മള് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഡോക്ടർ. ഒന്ന് ECG എടുത്തു. ECG-യിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു, അത് നോർമലാണ്. അപ്പൊ കുറച്ച് ചെസ്റ്റ് പെയിൻ ഉണ്ട്, അത് നീർക്കെട്ട് വീണതാണെന്ന് പറഞ്ഞത് ഡോക്ടറെ. 5 ദിവസത്തേക്ക് മെഡിസിൻ തന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അങ്ങനെ ഇരിക്കുക. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു നേരം അപ്പൊ ഇന്നലെ ഒന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്തു. ഉച്ചവരെ മെഡിസിൻ ഒക്കെ കഴിച്ചിരുന്നു. പതുക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. രാവിലെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അതെല്ലാം അപ്പൊ സാറ് പറഞ്ഞു എടുത്തോളാം, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞ് സാറ് എടുത്തതാണ്. ഓക്കെ. അപ്പൊ എല്ലാവരും ഒക്കെ ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചില്ല എല്ലാവരും? കഴിച്ചിട്ടല്ലേ കയറിയിട്ട് ക്ലാസ്സില്? ഓക്കെ. ഇന്ന് മഴയൊന്നും ഇല്ല അല്ലേ? ഇവിടെ കഴിച്ചു. അപ്പൊ നമ്മൾ എവിടെ വരെയൊക്കെ മഴയാണോ? അതെ, ഇവിടെ മഴ അങ്ങനെ ഇല്ല. എന്നപ്പോ നല്ല മഴയാണോ? അതെ. ഓക്കെ. കഴിച്ചു, രാവിലെ കഴിച്ചു. ടാബ്ലറ്റ് ഒക്കെ കഴിക്കാണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ച് മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടാ പോകുന്നത്. ഇപ്പൊ വലിയ പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എവിടെയാ പറഞ്ഞുകൊണ്ടിരുന്നേ? മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ അല്ലെ? മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. അപ്പൊ ഏതൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫ് ആണ്. സ്റ്റാഫ് മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. അപ്പൊ ഓരോന്നും ഒന്നാമത് നമ്മൾ പറഞ്ഞത് ലീഡർഷിപ്പ് പ്രോസസ് ആണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ്. PDF കാണുന്നില്ലേ നിങ്ങക്ക്? ഇല്ല. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്നാ. ഒന്നുകൂടെ ഷെയർ ചെയ്തിട്ടേ. പേജ് നമ്പർ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്തിടാട്ടോ. ഓക്കെ ആണോ എന്ന് നോക്കിയോ കേട്ടോ നിങ്ങള്. ഓക്കെ, ഇപ്പൊ കാണാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടേക്കുന്ന പോകുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഞാനൊന്ന് പേജ് എടുക്കട്ടെ. ഓക്കെ. പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്, അതായത് സ്റ്റാഫ് മാനേജ്മെന്റ് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഓരോന്നും നമുക്ക് കൊടുത്തേണ്ട. ഒന്നാമത്തെയാണ് ലീഡർഷിപ്പ് പ്രോസസ്. ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അതായത് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കുന്നതിന് വ്യക്തിപരമായിട്ടും ഗ്രൂപ്പായിട്ടും എംപ്ലോയിനെ അതിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ്
ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാൽ സ്വാധീനിക്കുക. അപ്പോ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പായിട്ടും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക. അതാണ് ലീഡർഷിപ്പ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. ഒരു നേതൃത്വം, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേതൃത്വം. അപ്പൊ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് വ്യക്തിപരമായിട്ടും അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടും എന്ത് ചെയ്യുക, സ്വാധീനിക്കുക. പിന്നെ PDF പോയോ? എന്താണാവോ? അവിടെ ഞാൻ നോക്കാട്ടോ, സമയം പോകും ഇങ്ങനെ. എന്താണോ അത് നോക്കിയേ. ഓക്കെ, അപ്പൊ അത് നോക്കിയേ ലീഡർഷിപ്പ് പ്രോസസ്സ്. അപ്പോ അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത് നോക്കിയേ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. എല്ലാവരെയും ഒരുപോലെ നോക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ന്യായമായിട്ടുള്ള, ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ, ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുക. അത് ഏതിൽ വരുന്നതാണ്? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സിൽ വരുന്ന. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ. എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യുക, എല്ലാവർക്കും ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുക. ഇനി അടുത്ത മൂന്നാമത്തെയാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. അതിലെന്താ? കൺസിസ്റ്റിംഗ് ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ടോട്ടൽ വർക്കിനെ നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടോട്ടൽ വർക്ക് അതിനെ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. മൂന്നെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ. ഓക്കെ അല്ലേ? മൂന്നെണ്ണം. Then അടുത്തതാണ് സ്റ്റാഫിംഗ് പ്രോസസ്. സ്റ്റാഫിംഗ് പ്രോസസ് ഇൻവോൾവ്സ് manpower planning. ഈ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ആണ്. സ്റ്റാഫ് മാനേജ്മെന്റ് പ്രോസസ് എങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ലീഡർഷിപ്പ് പ്രോസസ് ഉണ്ട്, രണ്ടാമത്തെ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ഉണ്ട്, മൂന്നാമത്തെ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ഉണ്ട്. നാലാമത്തെയാണ് സ്റ്റാഫിംഗ് പ്രോസസ്. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്താ പറഞ്ഞത്? ഇൻവോൾവ്സ് മാൻപവർ പ്ലാനിങ്. എന്താണ് പറയുന്നത്? ഇൻവോൾവ്സ് മാൻപവർ പ്ലാനിങ്. മാൻപവറിനെ, അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാൻപവറിനെ ആസൂത്രണം ചെയ്യുക, പ്ലാൻ ചെയ്യുക. അപ്പൊ എങ്ങനെയൊക്കെ ജോലികൾ എങ്ങനെയൊക്കെ കൊടുക്കണം മൊത്തത്തില്. ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ സോഴ്സ് അത് എവിടെ നിന്നാണോ അത് വികസിപ്പിക്കുക. അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസിനെ അസസ് ചെയ്യുക, വിലയിരുത്തുക. ദെൻ എംപ്ലോയ്മെന്റ് ഡിസിഷൻ, എംപ്ലോയ്മെന്റ് തൊഴിൽപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ. ഇൻഡക്ഷനും ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥാപനത്തിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന സ്റ്റാഫുകളില്ലേ, അപ്പൊ അവരെ ആ ഓർഗനൈസേഷന്റെ നയങ്ങള്, നിയമങ്ങള്, സംസ്കാരങ്ങള്, സ്റ്റാഫുകളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രക്രിയയാണ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അവർക്ക് ആ കമ്പനീനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ട്രാൻസ്ഫർ, പ്രൊമോഷൻ ആൻഡ് ഡിമോഷൻ. ഇത് മൂന്നും നിങ്ങൾക്ക് നെക്സ്റ്റ് 1-2 പേജ് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ പഠിക്കാൻ കേട്ടോ. ട്രാൻസ്ഫർ അതിന് കേട്ടിട്ടില്ലേ? ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ സെയിം ലെവലിലേക്ക് തന്നെയുള്ള മാറ്റം. ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി എന്ന് പറയും. ജോലിയും കാര്യങ്ങളും ഒക്കെ സെയിം ആണ്, അവരുടെ സാലറി കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷെ ഒരു ഇതിന്ന് വേറെ പ്ലേസിലേക്കൊക്കെ മാറ്റുക, കൊണ്ട് ട്രാൻസ്ഫർ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോവർ ലെവലിൽ നിന്ന് കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് മാറ്റുക, പ്രൊമോഷൻ. ദെൻ ഡിമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയിലെ റാങ്കിങ് കുറയ്ക്കുന്നത്. എന്തെങ്കിലും പണിഷ്മെന്റ് ഒക്കെ കൊടുക്കൂലേ, അതുപോലെ അതിന്റെ പദവി കുറയ്ക്കുന്നതാണ്
ഏത് ഡിമോഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. ക്ലിയർ അല്ലേ? അത് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്തൊക്കെയാ വന്നേന്നുള്ളത് അവിടെ നോക്കിയാൽ മതി കേട്ടോ. മാൻ പവർ പ്ലാനിംഗ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. പ്രകടനം നിലവാരം, അത് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക എന്നുള്ളതാണ് കേട്ടോ. സ്റ്റാഫിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന ആ ഒരു പ്രോസസ്, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് റിലേറ്റഡ് വിത്ത് കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഓഫ് ദ എംപ്ലോയീസ് വർക്ക്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. എന്താ അവിടെ ചെയ്യുന്നേ? എംപ്ലോയിയുടെ വർക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു? ഇവാലുവേഷൻ നടത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വെൻ നെസസറി പ്രൊമോഷൻ, പേ റേസസ്, ട്രാൻസ്ഫർ, ട്രെയിനിങ് ആൻഡ് മേക്ക് ഇവന്റ്. അപ്പൊ എന്തിനെങ്ങനെ അവർ വിലയിരുത്തുന്നേ? എന്തിനാ സ്റ്റാഫിനെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇവാലുവേഷൻ നടത്തുന്നത്? എന്തിനാ? അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ അവര് നമ്മുടെ പെർഫോമൻസ് വിലയിരുത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, ഇവര് കൊള്ളാം, ഇവര് അടുത്ത പോസ്റ്റിലേക്ക് ഇരിക്കാൻ ആപ്റ്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ അവരുടെ ശമ്പള കാര്യങ്ങള് അതിന് വല്ല വർധനവ് കൊടുക്കണമെങ്കിലോ, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് സാലറിയിൽ കുറച്ച് ഇൻക്രിമെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ അവർ അസസ് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. പേ റേസസ്, അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിലും ഉണ്ടാകുന്ന വർധനവിന്റെ കാര്യം നോക്കാം. ട്രാൻസ്ഫർ, ട്രെയിനിങ്, ഇനിയിപ്പോ കുറവാണെങ്കിൽ, പെർഫോമൻസ് കുറവാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? സ്വാഭാവികമായിട്ട് ട്രെയിനിങ് കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയർ എന്ത് ചെയ്യുന്നത്? ഈ എംപ്ലോയീനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇവാലുവേഷൻ ചെയ്യുന്നത്. അവിടെ ഒന്ന് നോക്കിയേ, എംപ്ലോയി വർക്ക് എന്നാണ് കേട്ടോ. ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ, എംപ്ലോയി വർക്ക്. ഇവിടെ എംപ്ലോയർ എന്നാ കൊടുത്തേക്കണേ. അതൊന്ന് ടെക്സ്റ്റ് ഒന്ന് കറക്റ്റ് ആണോ നോക്കുക, അല്ലെങ്കിൽ അവിടെ എംപ്ലോയി എന്നൊന്നാക്കി കണ്ട. കറക്റ്റ് ആയിരുന്നോ നിങ്ങളുടെ ടെക്സ്റ്റില്? എംപ്ലോയി വർക്ക്. ഓക്കെ. എംപ്ലോയിയുടെ വർക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇവാലുവേഷൻ നടത്തുന്നു. അപ്പൊ അതിനനുസരിച്ച് താഴെ പറഞ്ഞേക്കുന്ന പ്രൊമോഷൻ, പേ റേസ്, ട്രാൻസ്ഫർ, ട്രെയിനിങ് ഇതെല്ലാം കൊടുക്കാൻ പറ്റും. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. ഇതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. ഇതിലെന്താ? blend of many sub process which are intended to the correct the quality of work of the individuals. എന്തിനാ നമ്മൾ ട്രെയിനിങ് ഡെവലപ്മെന്റ് കൊടുക്കുന്നത്? ആ വ്യക്തികളുടെ വർക്ക് അതിന്റെ ക്വാളിറ്റി കറക്റ്റ് ചെയ്യാനായിട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ആ ഒരു ഇൻഡിവിജ്വൽസിന്റെ ആ ജോലിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള പ്രോസസ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രോസസ് വിച്ച് ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പേജ് നമ്പർ 15 രാവിലെ ഇവിടെ മെസ്സേജ് ഇട്ടുണ്ട്. 15ാമത്തെ പേജാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എന്തുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്? ഇൻഡിവിജ്വൽസിന്റെ വർക്കിന്റെ ക്വാളിറ്റിനെ കറക്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നോക്കിയേ, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. ഈ അടുത്ത കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. കോമ്പൻസേഷൻ കൊടുക്കുക, നഷ്ടപരിഹാരവും അതുപോലെ റിവാർഡ്, അതിനുള്ള പ്രതിഫലവും കൊടുക്കുക. Compensation and reward process determine the mechanism and form for giving financial and non-financial reward. Compensation എന്നാ സാമ്പത്തികവും അതുപോലെ തന്നെ സാമ്പത്തികമല്ലാത്തത് പ്രതിഫലങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനമാണ് കോമ്പൻസേഷനും റിവാർഡും. അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റുകളില്ലേ, അത് കോമ്പൻസേഷൻ പാക്കേജുകൾ, അവർക്ക് കൊടുക്കുന്ന റിവാർഡുകൾ. കമ്പനി അതിന്റെ ഇപ്പൊ പ്രോഫിറ്റ് ഒക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ എംപ്ലോയിക്ക് റിവാർഡൊക്കെ ആയിട്ട് കൊടുക്കാറില്ലേ? അത് ഈ ബെസ്റ്റ് പെർഫോമറിനോ ഒക്കെ കമ്പനി എന്താ അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. മെക്കാനിസം ഫോർ ഗിവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ്. അടുത്തതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടായ വിലപേശൽ. കളക്റ്റീവ് ബാർഗെയിനിങ്.
Process that decide the relationship between the union and the employer. യൂണിയനും എംപ്ലോയറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താ? റിഗാർഡിംഗ് എന്തുമായിട്ട് ബന്ധപ്പെട്ട? റിഗാർഡിംഗ് ദ വേജ്, അവർക്ക് കൊടുക്കുന്ന കൂലി. വേജ് എന്ന് പറഞ്ഞാൽ കൂലി. ബെനിഫിറ്റുകള്, hours and working condition, എത്ര മണിക്കൂർ ജോലി സമയം, വർക്കിംഗ് കണ്ടീഷൻ, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ആരൊക്കെ തമ്മിലുള്ളതാണ്? യൂണിയൻ, അതായത് തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്യുന്നവരല്ലേ യൂണിയന്. യൂണിയനും എംപ്ലോയറും തമ്മിലുള്ള ആ ചർച്ച, അതിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചർച്ചയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവർ എടുക്കുന്നത്. ഇപ്പൊ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ. ചിലപ്പോ സാലറി കുറവാന്നുള്ളൊരു ഇത് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു? യൂണിയൻ ഉണ്ട്. തൊഴിലാളികളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ആരുണ്ട്? യൂണിയൻ ഉണ്ട്. അപ്പൊ യൂണിയനെ അറിയിച്ച് യൂണിയനും എംപ്ലോയറും തമ്മിൽ എന്ത് ചെയ്യുന്നു? അവിടെ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുന്നു. എന്നിട്ട് ആ ചർച്ചയിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു നല്ലൊരു രണ്ടുപേർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള, എംപ്ലോയറിനും എംപ്ലോയിക്കും ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ ആ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ എടുക്കും. ക്ലിയർ അല്ലേ? കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്. ഇതെല്ലാം എന്തെന്നാ നമ്മൾ പറഞ്ഞത്? എന്തുമായിട്ട് ബന്ധപ്പെട്ട? പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്, സ്റ്റാഫ് മാനേജ്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടതാണ്. ആ ലാസ്റ്റത്തെ കളക്റ്റീവ് ബാർഗെയിനിങ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണോട്ടോ അവിടെ. എംപ്ലോയറിന്റെ അതായത് നമ്മള് എംപ്ലോയിയുടെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിയനും എംപ്ലോയറും തമ്മിലുള്ള ആ ഒരു ചർച്ചയാണ് അത്. എന്തിനു വേണ്ടിയാ? ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തുമായി ബന്ധപ്പെട്ട? ഇനി എന്തെങ്കിലും ഈ എംപ്ലോയിക്കൊക്കെ എന്തെങ്കിലും വേജുമായി ബന്ധപ്പെട്ടോ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ടോ അവരുടെ വർക്കിംഗ് അവേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചിട്ട് ഒരു രണ്ടുപേർക്കും ബെനിഫിറ്റ് ആകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത്. അതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാണ്? പേഴ്സണൽ പോളിസിയാണ്. പേഴ്സണൽ പോളിസി. പേഴ്സണൽ പോളിസി എന്താണ്? പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ഈസ് എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. പ്രീ പ്ലാൻഡ്, മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ ഗൈഡ് ടു വർക്ക് ടുവേഴ്സ് അക്സെപ്റ്റബിൾ ഔട്ട്കം ആൻഡ് ഒബ്ജക്റ്റീവ്. നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള, സ്വീകാര്യമായിട്ടുള്ള ഔട്ട്കം, ഒബ്ജക്റ്റീവ്, ലക്ഷ്യങ്ങൾ ഇതെല്ലാം നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു മാർഗനിർദ്ദേശം വേണം. നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് വേണം. മാർഗനിർദ്ദേശം സ്ഥാപിക്കുന്ന ഒരു മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പേഴ്സണൽ പോളിസി. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫാണ്. സ്റ്റാഫ് പോളിസി. ക്ലിയർ ആയോ? ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇനി ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നേ? പേഴ്സണൽ പോളിസീസ് ഹാസ് ദ റൂൾസ് ദാറ്റ് കൺട്രോൾ ഹൗ ടു ഡീൽ വിത്ത് ഹ്യൂമൻ റിസോഴ്സ് ഓർ പേഴ്സണൽ റിലേറ്റഡ് സിറ്റുവേഷൻ. ഓരോ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതുമായിട്ട് ഇപ്പൊ തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന സിറ്റുവേഷൻ, അപ്പൊ അവിടെയൊക്കെ ഈ ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ പേഴ്സണൽസ് അല്ലെങ്കിൽ മാൻ പവർ ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് പ്രസ്താവിക്കുന്ന റൂൾസ് ആണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, നിയമങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. അതായത് അത് പോളിസി എന്ന് പറയുമ്പോൾ അറിയാലോ, നയങ്ങളാണ് അവിടെ. സ്റ്റാഫുമായി ബന്ധപ്പെട്ട കുറച്ച് റൂൾസ്. അതെങ്ങനെ നമ്മളെ സ്റ്റാഫിനെ, ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ പേഴ്സണലിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം, ഹൗ ടു ഡീൽ, കണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂൾസ്, അതാണ് പേഴ്സണൽ പോളിസി. ഇത് പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വെച്ചേക്കാം, അല്ലാതെ അപ്പപ്പ ഉണ്ടാക്കുന്നതല്ല. അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വെച്ചേക്കുന്ന കാര്യം. അതിനകത്ത് എന്താ പറയുന്നേ? കുറച്ച് റൂൾസുകൾ. അത് എന്തുമായി ബന്ധപ്പെട്ട്? ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ പേഴ്സണൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ സിറ്റുവേഷൻസിൽ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം, അവരെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന റൂൾസ് ആണ്. ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തോട്ടോ. Dash are rules that control. അങ്ങനെ ആ സെന്റൻസ് ചോദിക്കാം, ഫസ്റ്റ് സെന്റൻസ് ചോദിക്കാം. The following advantages are achieved by setting up personal policy. ഇനി ഒരു കമ്പനി ഒരു പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള എന്തൊക്കെ നേട്ടങ്ങളാ ഉള്ളത്? എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് അച്ചീവ്ഡ് ബൈ സെറ്റിംഗ് അപ്പ് പേഴ്സണൽ പോളിസി? ഒരു പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താ?
എന്തിനാണ് ഈ പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്തേക്കുന്നത് നോക്കിയേ. They help the managers at different levels of decision making to take the decision without consulting their superior. ഉണ്ടോ? മാനേജറിന് ഹെൽപ്ഫുൾ ആ. എന്താണെന്നറിയോ? പല തലങ്ങളിലുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ മാനേജറിന് എപ്പോഴും സുപ്പീരിയറിനോട് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ കറക്റ്റ് പോളിസി ഇല്ലേ? അപ്പൊ ഈ ഒരു സംഭവം വരുമ്പോ എന്ത് ചെയ്യണം? ആ പേഴ്സണൽ പോളിസിയിൽ നോക്കിയാൽ പോലെ എപ്പോഴും സുപ്പീരിയറിനോട് കൺസൾട്ട് ചെയ്ത് എന്ത് ചെയ്യണം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? എളുപ്പല്ലേ ഇത്? എപ്പോഴും ചോദിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും കൺസൾട്ട് ചെയ്യണ്ട സുപ്പീരിയറിനെ. അല്ലാതെ തന്നെ മാനേജറിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഈ പേഴ്സണൽ പോളിസി ഹെൽപ്പ് ചെയ്യും. ഒന്നാമത്തെ പോയിന്റ് ഓക്കെയാണോ? മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. എന്താ? അവിടെ സുപ്പീരിയറുമായിട്ട് കൂടി ആലോചിക്കാതെ തീരുമാനമെടുക്കാൻ ഈ പേഴ്സണൽ പോളിസി മാനേജറിനെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ, പിന്നെ പോയോ PDF? ടെക്സ്റ്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഒന്ന് എടുത്തു വെക്കോ. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് എഴുതി വെച്ചോ. ഇത് പിന്നെയും ഇത് മാറ്റി ഇതോടെ ഞാൻ ട്രൈ ചെയ്യാം. ഇപ്പോഴോ എന്തെങ്കിലും കാണണ്ടോ? ഇപ്പൊ കാണണ്ടോ? എന്താണെന്നോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വന്നു. ഓക്കെ, രണ്ടാമത് നോക്കിയേ. They ensure long-term welfare of employee and make for a good employer-employee relation as a favoritism and discrimination are lessened. ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നേ കണ്ടോ? അതായത് അവിടെ എംപ്ലോയിയുടെ ദീർഘകാലത്തിനുള്ള ക്ഷേമം ഉറപ്പാക്കുന്നു. They ensure long-term welfare of employees. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. They ensure long-term welfare of employee. എംപ്ലോയിയുടെ ദീർഘകാലത്തിലുള്ള ക്ഷേമം ഉറപ്പാക്കുന്നു. To make for a good employer-employee relation. അത് എന്താ പറയാ? അതിലൂടെ നമുക്ക് നല്ലൊരു എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. As favoritism and discrimination are lessened. അവിടെ പക്ഷഭേദോ അല്ലെങ്കിൽ ഇങ്ങനെ ഫേവറിറ്റിസം, നമ്മളെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. കണ്ടോ? അപ്പൊ അവർക്ക് എംപ്ലോയിയുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. കറക്റ്റ് പോളിസി ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കാര്യം ചെയ്യുമ്പോ ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിച്ചതൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഫേവർ ചെയ്തതൊന്നുമില്ലല്ലോ. അതിനകത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റാഫിന് മാനേജ് ചെയ്യേണ്ടതും സ്റ്റാഫുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റൂൾസ് ആണെന്നൊക്കെ ഇതെല്ലാം കറക്റ്റ് അവിടെ പറയുന്നുണ്ട്. അപ്പന്ന് പറഞ്ഞ ഇപ്പൊ എന്റെ റിലേറ്റീവ് വന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു ഫേവറിറ്റിസം അവിടെ കാണിക്കാൻ പാടില്ല. അവിടെ കറക്റ്റ് നിയമങ്ങളില്ലേ? അതനുസരിച്ചാണ് ആ കമ്പനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരോടെങ്കിലും ഡിസ്ക്രിമിനേഷൻ, എനിക്ക് അയാളെ ഇഷ്ടമല്ല, അയാൾ ഇതിലേക്ക് എടുക്കണ്ട, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ ആ പേഴ്സണൽ പോളിസിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അവരെ നമ്മള് ആരായാലും എന്താ പറയാ സെലക്ട് ചെയ്യണം. അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ആ രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. അവിടെ ഫേവറിറ്റിസം, ഡിസ്ക്രിമിനേഷനെ ഒക്കെ കുറയ്ക്കാൻ പറ്റും. നല്ലൊരു പേഴ്സണൽ പോളിസി ഉണ്ട്. ആ പേഴ്സണൽ പോളിസി ഉള്ളത് കൊണ്ട് തന്നെ നല്ല എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താനും ഫേവറിറ്റിസം, ഡിസ്ക്രിമിനേഷൻ ഇതിനെയൊക്കെ കുറയ്ക്കാനും പറ്റും. ഓക്കെ അല്ലേ? എംപ്ലോയറിനോട് വലിയ തമ്മിത്തല്ലിന് പോകേണ്ട ആവശ്യമുണ്ടോ? കറക്റ്റ് പോളിസി അനുസരിച്ച് അവിടെ കാര്യങ്ങൾ ചെയ്യണേ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് അല്ലേ? ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ ഇന്ന ഇത് ഉള്ള ആൾക്കാണ് ആ പോസ്റ്റ് പ്രൊമോഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിയമം അവിടെ പോളിസിയിൽ പറയുന്നുണ്ട്. അല്ലാതെ എന്റെ ഫ്രണ്ട് അവിടെ ഇരിക്കണ്ട, അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കുമോ? അങ്ങനെ വരുമ്പോ നമ്മൾ ആരുടെ അടുത്തായിട്ട് ചെല്ലും? മാനേജ്മെന്റിന്റെ അടുത്തായിട്ട് നമ്മള് ഷൗട്ട് ചെയ്യും അല്ലെ? അപ്പൊ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവം ഒന്നും ഉണ്ടാവില്ല ഒരു നല്ലൊരു പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുകയാണെങ്കിൽ. ക്ലിയർ അല്ലേ? രണ്ട് കാര്യങ്ങളും ഫുള്ളായിട്ട് അണ്ടർലൈൻ ചെയ്തില്ലെങ്കിൽ അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. They ensure long-term welfare of employee. Okay. ഇനി എന്തൊക്കെയാ അവിടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നോക്കിയേ. പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്. സ്ക്രൂട്ടിനി ഓഫ് എംപ്ലോയ്മെന്റ്.
തൊഴിൽ സുരക്ഷ, ജോലിയുടെ സുരക്ഷ. അതായത് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മ പരിശോധന നടത്തുക. സോറി, സ്ക്രൂട്ടിനി അല്ല, സെക്യൂരിറ്റി. ഓക്കെ, മാറിപ്പോയി കേട്ടോ. സെക്യൂരിറ്റി എന്നാണ് കേട്ടോ. അതായത് സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ടെന്ന്. അതായത് തൊഴിലിന്റെ സുരക്ഷ, സുരക്ഷ എന്നാണ് കേട്ടോ. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കും. ഇന്ന ആൾക്ക് അല്ലെങ്കിൽ ഇത്രയും ഇതിനകത്ത് ഇന്ന ആൾക്ക് കൊടുക്കണം എന്നാണെങ്കിൽ ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആ പോളിസി പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്ത ആളെ ഇത്ര നാൾ അവിടെ നിർത്തണം, അല്ലെങ്കിൽ അങ്ങനെ ഇത്ര മാസം, അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് പോളിസിയില്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? സെക്യൂരിറ്റി ഉണ്ട്. എംപ്ലോയ്മെന്റിന്റെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കും. ഓക്കെ, ക്ലിയർ അല്ല? ഒന്നാമത്തെ സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, ജോലിയുടെ സുരക്ഷ ഉറപ്പാക്കും. രണ്ടാമത്തെ പേയ്മെന്റ് ഓഫ് ഫെയർ വേജ്. ഫെയർ എന്നാണ് അത്. ടെക്സ്റ്റ് ഒന്ന് നോക്കിയത് കറക്റ്റ് ആണോന്ന്. FAIR, ഫെയർ വേജസ്, ന്യായമായിട്ടുള്ള കൂലി. അത് പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്ര രൂപ കൊടുക്കണമെന്ന് അവിടെ പോളിസിയിലുണ്ട്. അപ്പൊ പിന്നെ എന്താ, അവർക്ക് ആ ഓരോ എംപ്ലോയിക്കും ന്യായമായിട്ടുള്ള കൂലി അത് എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് കൊടുക്കുന്നു. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്, നല്ല എന്നുള്ള മീനിങ് ആട്ടോ. ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. അടുത്ത ട്രെയിനിങ് ഓഫ് എവരിവൺ, എല്ലാവർക്കും ഉള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം, മാക്സിമം. നമുക്ക് പരമാവധി എന്താണ്? എന്തോ ഫുഡ് എന്നോ എന്താ ചോദിച്ചേ? സൗണ്ട് എന്ന് പറഞ്ഞാൽ മീനിങ് ആണോ? ഗുഡ് എന്ന് കേട്ടോ. GOOD, ഗുഡ്, നല്ലത് എന്നുള്ള കേട്ടോ. നല്ലത് എന്നുള്ള അർത്ഥമാണ്. നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ. അടുത്തത് നോക്കിയേ, ട്രെയിനിങ് ഓഫ് എവരിവൺ, എല്ലാവർക്കും ഉള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നു. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സിനെ പരമാവധി മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നു. പരമാവധി ഉപയോഗിക്കുന്നു. എല്ലാ എംപ്ലോയിനെയും മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന മാനുഷിക അന്തസ്, ഡിഗ്നിറ്റി അന്തസ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു, മാനിക്കുന്നു. അത്രയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നോക്കിക്കോട്ടോ. Security of employment, payment of fair wages, sound or good industrial relation, training of everyone, optimum use of human resources, respecting human dignity. അവിടെ തന്നെ ഒന്ന് ടിക്കിട്ട് വെച്ചോട്ടോ ടെക്സ്റ്റില്. ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ആണ്. എന്തൊക്കെയാണ് ഒരു പേഴ്സണൽ പോളിസി? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാന്ന് നോക്കി. ട്രെയിൻ എവരിവൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ട ജോലി എന്താണോ അതിനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുക്കുക. ട്രെയിൻ ചെയ്യിക്കുന്നു, പരിശീലിപ്പിക്കുന്നു. അതായത് ഏത് പൊസിഷനിലേക്കാണോ അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഏത് ജോലിയാണോ ചെയ്യേണ്ട അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും പരിശീലിപ്പിക്കുക. Put the right man in the right place. രണ്ടാമത്തെ എന്നാ? ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കുക. അതൊരു വർക്കിന്റെ സക്സസിന് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥലത്ത് തന്നെ വെക്കണം. എങ്കിലാണ് ആ കമ്പനിക്ക് എന്താ ഒരു ലാഭം ഉണ്ടാവുള്ളൂ. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു സെക്ഷനിൽ കൊണ്ടുവന്നിട്ടാ അത്രത്തോളം പറ്റില്ല. ഇപ്പൊ എന്നെ ഇവിടെ എടുത്തുകൊണ്ടുവന്ന നാളെ മുതൽ ടീച്ചർ ഇനി ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ആ ടെക്നിക്കലില് അവിടുത്തെ വർക്കുകൾ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് എത്രത്തോളം പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ആ ടെക്നിക്കലിൽ ഇരിക്കുന്ന ഒരു കുട്ടീനെ എടുത്തിട്ട് മോള് നാളെ മുതൽ ഇവിടെ ക്ലാസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ മാച്ച് ചെയ്ത് പോകാൻ പറ്റുമോ? അതായത് ഓരോരുത്തർക്കും അവരുടെ കാപ്പബിലിറ്റി എന്താണ് അതനുസരിച്ചിട്ടുള്ള കറക്റ്റ് പൊസിഷനിലേക്ക് തന്നെ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് അവിടെ കിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? ഓക്കെ. Put the right man in the right place. ശരിയായ ആളുകളെ ശരിയായ സ്ഥലത്ത് വെക്കുക. അതെന്താ? ആ ജോലിയുടെ വിജയത്തിന് ഇമ്പോർട്ടന്റ് അല്ലേ? അല്ലേ? എവിടെയെങ്കിലും ആരെങ്കിലും പിടിച്ചുകൊണ്ടെന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അടുത്ത നോക്കിയേ, സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻ ഓഫ് വർക്ക്. ഇനി അടുത്ത എന്താ? റൈറ്റ് ടൂൾസ്, ശരിയായിട്ടുള്ള ടൂൾസ് വേണം. അവിടെ ജോലി എന്താണോ ആ ജോലിയുടെ ശരിയായിട്ടുള്ള ജോലി, ആ ജോലിയുടെ ഇതനുസരിച്ച് എന്താ ശരിയായ ടൂൾസുകൾ സപ്ലൈ ചെയ്യുക. സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻ ഓഫ് ദ വർക്ക്. ശരിയായിട്ടുള്ള ടൂൾസ്,
സപ്ലൈ ചെയ്യുക. ജോലി എന്താണോ ആ ജോലിക്ക് അനുസരിച്ചുള്ള ശരിയായ ടൂൾസ് സപ്ലൈ ചെയ്യുക. ഇനി അതുപോലെ തന്നെ make the organization a coordinate team throughout a proper coordinate and administration of various departments and division. ഒരു ഓർഗനൈസേഷന്റെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ, പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത്, ഒരു ഓർഗനൈസേഷന്റെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള സൗകര്യങ്ങൾ വേണമെന്ന്. Make the organization a coordinate team. ഒരു ടീമായിട്ട്, അല്ലാതെ അവിടെ വേറെ സെക്ഷൻ ഇവര് വേറെ സെക്ഷൻ അങ്ങനെ ആയാൽ ശരിയാവില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള എന്ത് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് ഓപ്പർച്യൂണിറ്റി ഇൻസെന്റീവ്സ് റെഗുലേഷൻ. പ്രൊവൈഡ് സെക്യൂരിറ്റി, സുരക്ഷ പ്രൊവൈഡ് ചെയ്യുക. അതായത് എന്താ, അതായത് നമുക്ക് നല്ലതായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ കൊടുത്ത്, ഈ ഇൻസെന്റീവ്സ് കൊടുത്ത്, പിന്നെ അതുപോലെ റെക്കഗ്നീഷൻ, അവർക്ക് വേണ്ട ഒരു അംഗീകാരം, ഇതെല്ലാം കൊടുത്തിട്ട് ഒരു സെക്യൂരിറ്റി ഉറപ്പാക്കുക. ക്ലയൻസ് കാര്യങ്ങൾക്ക് കേട്ടോ കൂടുതൽ നന്നായി പ്രവർത്തിക്കാനായിട്ട് ഒരു ബോണസ് നൽകുന്നതിനാണ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. അതല്ലേ, ഇടയ്ക്ക് ഇൻസെന്റീവ്സ് കൊടുക്കാന്ന് വെച്ചാൽ ബോണസ് തന്നെ, നന്നായിട്ട് പ്രവർത്തിക്കാൻ ബോണസ് കൊടുക്കുന്നതാണ്. അവർക്ക് വേണ്ട നല്ല അവസരങ്ങള്, ബോണസുകള്, അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ. ഇപ്പൊ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവര് നല്ല രീതിയിലൊന്ന് അപ്രീസിയേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ചെറിയ ഗിഫ്റ്റുകൾ എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ വേണ്ട അവർക്ക് വേണ്ട അംഗീകാരം, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് സുരക്ഷ ഉറപ്പുവരുത്തുക. Look ahead, plan ahead for more and better. അതായത് നമുക്ക് മുന്നോട്ട് നോക്കുക, കൂടുതൽ മികച്ച കാര്യങ്ങൾക്കായിട്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. മുന്നോട്ട് നോക്കുക, കൂടുതൽ മികച്ച കാര്യങ്ങൾക്കായിട്ട് മുൻകൂട്ടി നമ്മൾ ആസൂത്രണം ചെയ്യുക. Look ahead, plan ahead for more and better things. മുന്നോട്ട് നോക്കുക, കൂടുതൽ മികച്ച കാര്യങ്ങൾക്കായിട്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. അത്രയും കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ്, അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഒന്ന് ടിക്കിട്ട് വെച്ചു. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, അതും ഇമ്പോർട്ടന്റ് ആണെന്ന് ആ ടെക്സ്റ്റ് തന്നെ മാർക്ക് ചെയ്തു. എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് പേഴ്സണൽ പോളിസി. ഒരു നല്ലൊരു പേഴ്സണൽ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ഗുഡ് കേട്ടോ, നല്ലൊരു പേഴ്സണൽ പോളിസി, സ്റ്റാഫ് പോളിസിയുടെ ക്യാരക്ടർ. ആ സ്റ്റാഫ് പോളിസിക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. പേഴ്സണൽ പോളിസീസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഷുഡ് ബി ക്ലിയർ. ഇത് എങ്ങനെയായിരിക്കണം? ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, ആൻഡ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവരി എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താ? ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം. പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞാലേ എന്താ വ്യക്തമായിരിക്കണം. നമുക്കത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, ഒരു പോസിറ്റീവ് ആയിരിക്കണം, ആൻഡ് ഇയർലി അണ്ടർസ്റ്റുഡ്. എല്ലാവർക്കും, എല്ലാ എംപ്ലോയിക്കും, ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയിക്കും മനസ്സിലാക്കുന്ന രീതിയിൽ വ്യക്തവും പോസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കണം ഒരു നല്ലൊരു പേഴ്സണൽ പോളിസി, സ്റ്റാഫ് പോളിസി. അല്ലാതെ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്നതുമായിരിക്കണം അത്. അതുകൊണ്ടാണ് അത് ക്ലിയർ ആണെന്ന് പറയാൻ. ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് പോസിറ്റീവ്, ക്ലിയർ, പോസിറ്റീവ് ആൻഡ് ഇയർലി അണ്ടർസ്റ്റുഡ് by each and every employee of the organization. ഇനി അപ്പൊ അതിനകത്ത് എത്ര അണ്ടർലൈൻ ചെയ്ത് വെച്ചാലും മതി. ഇറ്റ് ഷുഡ് ബി ക്ലിയർ, പോസിറ്റീവ് ആൻഡ് ഇയർലി അണ്ടർസ്റ്റുഡ്. എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്നതുമായിരിക്കണം. അടുത്ത് നോക്കി, ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോം. ഇനി ഇതെങ്ങനെയായിരിക്കണം? റിട്ടേൺ ഫോമിലായിരിക്കണം. വെറുതെ വാഗൊണ്ട് പറയുന്നതല്ല, അത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. റിട്ടേൺ ഫോമിൽ തന്നെയായിരിക്കണം ആ പേഴ്സണൽ പോളിസി. വാഗൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് മാറ്റാൻ പാടില്ലേ? അല്ലെ, മനുഷ്യന്മാര് കുറച്ച് കാര്യങ്ങൾ ഇന്ന രീതിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വാഗോട്ട് പറഞ്ഞു വെച്ച കാര്യമാണെങ്കിൽ അത് എപ്പോ വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചേക്കണ കാര്യമായിരിക്കണം, റിട്ടേൺ ഫോമിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ. ഇനി എന്തിൽ വേണം? ലോക്കൽ ലാംഗ്വേജിൽ വേണം, എന്നാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് it should be generally known to all those who are interested. ഇനി എന്താ പറഞ്ഞേക്കുന്നേ? താല്പര്യമുള്ള എല്ലാവർക്കും അത് പൊതുവെ അറിയാവുന്ന കാര്യമായിരിക്കണം. It should be generally known to all those who are interested. താല്പര്യമുള്ള എല്ലാവരെയും എന്ത് ചെയ്യണം? ഇത് പൊതുവായിട്ട് അത് അറിഞ്ഞിരിക്കണം. It should be written in order to perceive it against laws.
പ്രിസർവ് എന്നാണ് കേട്ടോ. പ്രിസർവ് ഇറ്റ് അഗൈൻസ്റ്റ് ലോസ്. ഇറ്റ് ഷുഡ് ബി റിട്ടേൺ. ഇതെങ്ങനെയായിരിക്കണം? റിട്ടേൺ. നമ്മൾ ആദ്യം പറഞ്ഞു റിട്ടേൺ ആയിരിക്കണം. ഇൻ ഓർഡർ ടു പ്രിസർവ് ഇറ്റ് അഗൈൻസ്റ്റ് ലോസ്. അതായത് നഷ്ടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ. വേറെ നഷ്ടമൊന്നും ഉണ്ടാകുന്ന രീതിയിലാകരുത്. നഷ്ടത്തിൽ നിന്ന് അപ്പൊ അതായത് ലോസ് വരാൻ പാടില്ല. ആ ലോസിന് എതിരായിട്ട് അഗൈൻസ്റ്റ് ലോസ് അല്ല, അതിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം. അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ആ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. അല്ലാതെ കമ്പനിക്ക് നഷ്ടം വരുത്തി വെക്കുന്ന കാര്യങ്ങൾ എഴുതാൻ പാടില്ലല്ലോ. കമ്പനിക്ക് അതായത് ലാഭത്തിലേക്ക് വരുന്നതായിരിക്കും. അതായത് ലോസിനെതിരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നഷ്ടങ്ങൾ വരാൻ പാടില്ല. ആ രീതിയിൽ അത് നഷ്ടത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ആ പേഴ്സണൽ പോളിസി. ഇറ്റ് മസ്റ്റ് ബി റീസണബിളി സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്. ഇതെങ്ങനെയാ? റീസണബിളി സ്റ്റേബിൾ, ഇത് ന്യായമായും സ്ഥിരതയുള്ളതായിരിക്കണം. ബട്ട് എന്നാൽ എന്താ? റിജിഡ് ആവാൻ പാടില്ല, ഒരുപാട് കർക്കശാവാൻ പാടില്ല. പക്ഷെ എന്താണ്? സ്റ്റേബിൾ ആയിരിക്കും. അല്ലാതെ എനിക്കൊരു നിയമം വേറെ നിങ്ങൾക്ക് വേറെ നിയമം അങ്ങനെയൊന്നുമില്ല. ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. മനസ്സിലായോ? ഒരു പോളിസി നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. അഖിലേഷിനും ആദരിക്കും ശ്വാസകുട്ടിക്കും അനുശ്രീക്കും എല്ലാവർക്കും എന്താ ഒരുപോലെ ആയിരിക്കണം. മനസ്സിലായില്ലേ? എല്ലാവർക്കും അത്ര റിജിഡ് ആവാനും പാടില്ല. ഭയങ്കര കടൽപിടുത്തം ആ രീതിയിലും ആവരുത്. ഇനി ഇറ്റ് ഷുഡ് ബി റിസൾട്ട് ഓഫ് ദ കെയർഫുൾ അനാലിസിസ് ഓഫ് ഓൾ ദ അവൈലബിൾ ഫാക്ട്സ്. ഇനി എങ്ങനെ വേണം? നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് അതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കണം ആ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. എല്ലാ ഫാക്റ്റുകളും എല്ലാ സത്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വിശദമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം. അങ്ങനെയായിരിക്കണം അതിന്റെ ഒരു റിസൾട്ട്. അല്ലാതെ ആലോചിക്കാതെ ഒന്നും പെട്ടെന്ന് എടുത്ത് എഴുതി വെക്കുന്ന കാര്യമാകാൻ പാടില്ല. Then last point is that it should be uniform throughout the organization. ഓർഗനൈസേഷനിലുടനീളം ഇത് എങ്ങനെയായിരിക്കണം? യൂണിഫോം ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. It should be uniform throughout the organization. ഓർഗനൈസേഷനിലുടനീളം ഇത് ഒരേപോലെ ആയിരിക്കണം. ഓക്കെ, ഇനി ഉണ്ടോ? താഴെ ഒരു പോയിന്റ് കൂടി ഉണ്ട് അല്ലെ. ലാസ്റ്റ് നോക്കിയേ, ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇനി എന്ത് ചെയ്യണം? ഈ പേഴ്സണൽ പോളിസി എന്ത് പ്രൊവൈഡ് ചെയ്യണം? ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. ആരൊക്കെ തമ്മില്? ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി. മാനേജ്മെന്റും എംപ്ലോയി തമ്മിലുള്ള ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയായിരിക്കണം പേഴ്സണൽ പോളിസി. Clear ആയോ? It must provide a two-way communication system between ആരൊക്കെ തമ്മിൽ? The management and the employee. Clear ആണോ നോക്കിയേ? പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. പേഴ്സണൽ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് സിമ്പിൾ ആട്ടോ. ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? അതൊന്ന് ടിക്ക് ഇട്ടോ. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ? പേഴ്സണൽ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണേ അല്ലയോ എന്നൊന്ന് നോക്കി വെച്ചേക്കും കേട്ടോ. അടുത്തത് നോക്കിയേ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. Organization structure. An organization structure explain how activities like task allocation, coordination, supervision are directed towards the achievement of the organization aims. Underline ചെയ്തേ. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞ എന്താ?
അതായത് നമ്മള് ആ ഓർഗനൈസേഷന്റെ പല പ്രവർത്തനങ്ങള് ഏതൊക്കെയാണ് ടാസ്കുകൾ അലോക്കേറ്റ് ചെയ്യുക, ടാസ്ക് അലോക്കേഷൻ, അവരുടെ എല്ലായിടത്തിനും ഏകോപനം, കോർഡിനേഷൻ, സൂപ്പർവിഷൻ, മേൽനോട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലേക്ക്, അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ എയിംസ്, ഓർഗനൈസേഷന്റെ എയിം എന്താണ്, അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നയിക്കപ്പെടുന്നു, ഈ ആക്ടിവിറ്റീസ് എങ്ങനെ ആയിരിക്കണം, ഹൗ ദ ആക്ടിവിറ്റീസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മൾ പറയുന്ന ഒരു സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രക്ചേർഡ് ഒരു അടക്കും ചിട്ടിയായിട്ടുള്ള അല്ലെ, അല്ലാതെ കമ്പനി എന്തെങ്കിലും തോന്നിയ രീതിയിലൊക്കെ കാണിച്ചു കൂട്ടിയാൽ ആ കമ്പനിയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ? ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ? ഇന്ന് അന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആവട്ടെ, ആ രീതിയിൽ ഒരു അടക്കം ചിട്ടിയായിരിക്കണം. എല്ലാത്തിനും ഒരു സ്ട്രിക്ട്നെസ് വേണം, എങ്കിൽ മാത്രമാണ് ആ കമ്പനിയില് നമ്മളെ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. നല്ല പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഒക്കെ ഓർഡർ ആയിട്ടും എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുള്ളൂ. ഒരു കമ്പനി വിജയിക്കുക അല്ലെ, പരമാവധി ലാഭം നേടുക, ഇതൊക്കെയാണ് കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് അത് അച്ചീവ് ചെയ്യുന്നതിലേക്കുള്ള ഈ ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ എന്നീ കാര്യങ്ങള് എങ്ങനെ നയിക്കപ്പെടുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഒരു ആശയം എന്താ, കോൺസെപ്റ്റ് എന്താന്നൊക്കെ, ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ടാസ്ക് അക്കംപ്ലിഷ്, ദൗത്യ നിർവഹണം. എന്താണ് അവരുടെ ടാസ്ക്, അത് പൂർത്തീകരിക്കുക. അതല്ലേ ഒരു നമ്മുടെ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റ് ആണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പൊ അതിന്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ എന്താ, ടാസ്ക്, അവിടെ എന്താ ജോലിയില്ലേ, ടാസ്കുകൾ, അവിടെയുള്ള ടാസ്കുകൾ നിർവഹിക്കുക. അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തെ എന്താ, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ സംതൃപ്തി. അത് രണ്ടും വേണ്ടേ. ഒരു കമ്പനിയില് ആ സ്റ്റാഫുകൾ സാറ്റിസ്ഫൈഡ് ആയിട്ടെങ്കിൽ മാത്രല്ലേ ആ കമ്പനിക്ക് വിജയം ഉണ്ടാവുള്ളൂ അല്ലെ. അവര് സംതൃപ്തരാണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ അവർക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. ആ നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ കമ്പനിക്ക് നേടാൻ പറ്റുള്ളൂ. ടാസ്കുകൾ നിർവഹിക്കുക, ദൗത്യ നിർവഹണം, ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, സ്റ്റാഫിന്റെ സംതൃപ്തി. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാരം കൈമാറ്റം അല്ലെങ്കിൽ അധികാരം ഏൽപ്പിക്കുക. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. It is the delivery of one individual to another, the right to act, to take the decision, to requisition resources, to give direction to others to act on the execute other tasks in order to fulfill job responsibilities. എന്താ പറഞ്ഞേക്കണേ, ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ആ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ട് പ്രവർത്തിക്കാനും അതിനുള്ള തീരുമാനം എടുക്കാനും റിസോഴ്സുകൾ ആവശ്യപ്പെടാനും മറ്റുള്ളവർക്ക് വേണ്ടി നിർദ്ദേശം നൽകാനും മറ്റുള്ള ജോലികൾ നിർവഹിക്കാനുമുള്ള ഒരു അധികാരം, അതിന്റെ അവകാശം മറ്റൊരാൾക്ക് കൈമാറുന്നതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാര കൈമാറ്റം. അങ്ങനെ എഴുതി വെച്ചോ. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അധികാര കൈമാറ്റം. ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരാള് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ഇറ്റ് ഈസ് ഡെലിവറി ഓഫ് വൺ ഇൻഡിവിജ്വൽ ടു അനദർ ടു റൈറ്റ് ടു ആക്ട്. എന്തൊക്കെ കാര്യങ്ങളാ ഈ കുറച്ച് പോയിന്റ് ഇട്ട് തന്നിട്ട് ഗവൺമെന്റ് ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തി അത് നിർവഹിക്കാനുള്ള ഒരു അവകാശം ഒരു വ്യക്തി മറ്റുള്ള വ്യക്തിക്ക് കൈമാറുന്നതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, അതായത് മേൽനോട്ടത്തിന്റെ ശരിയായ പരിധി. ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ, അതായത് മേൽനോട്ടത്തിന്റെ ശരിയായ ആ ഒരു പരിധി. The degree of specialization, എത്രത്തോളം സ്പെഷ്യലൈസ്ഡ് ആണ്,
Under specialization, limited duties are performed regularly and repetitively. From the personal point of view, then specialization make the learning of job routine easier and turns the worker into an expert in this job. എന്താ പറഞ്ഞിരുന്നേ, നമ്മുടെ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ നമുക്കറിയാം, ഓരോന്നിനും നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആവാണ്, ഓരോന്നിനും നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആവുകയാണ്. അത് ത്രൂ എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് നമുക്ക് പരിമിതമായ ജോലികള് ഇങ്ങനെയാണ്. അണ്ടർ സ്പെഷ്യലൈസേഷൻ ലിമിറ്റഡ് ഡ്യൂട്ടീസ് ആർ പെർഫോം. ലിമിറ്റഡ് ഡ്യൂട്ടീസ്, പരിമിതമായിട്ടുള്ള ഡ്യൂട്ടീസ് എങ്ങനെ നിർവഹിക്കുന്ന റെഗുലർലി ആൻഡ് റിപ്പീറ്റേറ്റീവ്ലി റിപ്പീറ്റ് ആയിട്ട് പതിവായിട്ട് നമ്മൾ ലിമിറ്റഡ് ഡ്യൂട്ടീസ് നമ്മൾ പെർഫോം ചെയ്യുന്നു, നിർവഹിക്കുന്നു. ഫ്രം ദ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഇതിനകത്ത് പറയുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലേണിംഗ് ഓഫ് ജോബ് റുട്ടീൻ ഈസിയർ ആൻഡ് ടേൺ ദ വർക്കർ ഇൻടു ആൻ എക്സ്പെർട്ട് ഇൻ ദിസ് ജോബ്. എങ്ങനെയാ ആ ജോബിൽ എക്സ്പേർട്ട് ആക്കുന്നത്, ഒരാളെ ഒരു ജോലിയിൽ എക്സ്പേർട്ട് ആകുന്നത് എങ്ങനെയാ? ഇപ്പൊ ഞാൻ ഫസ്റ്റ് ആയിട്ട് വരുന്നു, ഇപ്പൊ ഫസ്റ്റ് ബാച്ച് മുതൽ, അതിന് മുന്നേ ഉണ്ട് നമ്മുടെ PSC കോച്ചിങ് ആയിരുന്നു, ആ സമയത്ത് മുതൽ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു കോഴ്സ് തുടങ്ങിയ കാലം മുതൽ ഉണ്ട് ഞാനിവിടെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ HA വന്ന് HA ഫസ്റ്റ് ബാച്ച് തുടങ്ങി, HA ഇപ്പൊ 27th ബാച്ചിൽ നമ്മൾ എത്തി നിൽക്കുക. അപ്പൊ ഇത്രയും ബാച്ചുകളിലൂടെ കുറച്ച് ബാച്ചിൽ ചിലപ്പോ നമുക്ക് ടൈം ടേബിൾ ഇടുമ്പോ കയറാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ, PG എല്ലാം കൂടി വരുമ്പോഴേ. അപ്പൊ എന്നാലും ഓൾമോസ്റ്റ് ഇത്രയും ബാച്ചുകളിലേക്ക് വന്നപ്പോൾ എന്താ, ഞാൻ ആദ്യം HA 1 ഫസ്റ്റ് എടുത്ത ക്ലാസ് പോലെ ആയിരിക്കും ഇപ്പൊ നമ്മൾ അതിലെന്തായി, സ്പെഷ്യലൈസ്ഡ് ആയി അല്ലേ, സ്പെഷ്യലൈസ്ഡ് ആയില്ലേ. നമ്മള് പറയില്ല വിദ്യാഭ്യാസി ആരെയും എടുക്കും പറയൂലേ, അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ, ഒരു ജോലിയിൽ ആദ്യം ചെല്ലുമ്പോ നമുക്കൊരു പരിഭ്രമമൊക്കെ ആയിരിക്കും, അയ്യോ ഇതെങ്ങനെയാണോ, അല്ലെങ്കിൽ എന്താണോ എങ്ങനെയാണോ എന്നൊക്കെ. എന്നാ ത്രൂ പ്രോപ്പറായിട്ട് നമ്മളത് ചെയ്തുകൊണ്ട് വരിക. നമ്മള് എല്ലാ ദിവസവും നമ്മൾ അത് തന്നെ ചെയ്യുമ്പോഴോ പിന്നെ എന്താ, നമുക്ക് നല്ല ഈസി ആയില്ലേ. അത് ആദ്യം കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാ നമ്മൾ അത് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ഓഫ് ജോബ് റുട്ടീൻ, റുട്ടീൻസ് ഈസി ആക്കുകയാണ്. ജോബിന്റെ കാര്യം നമ്മളിപ്പോ നല്ല എളുപ്പമില്ലേ, ആൻഡ് ടേൺ ദ വർക്കർ ഇൻടു എക്സ്പെർട്ട്. അപ്പൊ അത് പതിവായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് എന്താ പറയാ, അതിന് ആ ജോലിയിൽ എക്സ്പേർട്ടാന്ന് പറയുന്നത്. ആ ജോലിയിൽ നമ്മൾ പതിവായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അത് എക്സ്പേർട്ട്. നിങ്ങൾ പല ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാവുമല്ലോ. നമ്മൾ ആദ്യം ചെന്നപ്പോ എങ്ങനെയായിരുന്നു, ജോലിക്ക് പോണവരൊന്ന് റിപ്ലൈ അടിച്ചേ വേഗം. നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മളൊരു അപ്പോയിന്റ്മെന്റ് വന്നു, നമ്മളൊരു ജോലിയിൽ പോയി. ആദ്യം പോയിപ്പോ നമുക്ക് അത്രയും സ്പീഡൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ഫസ്റ്റ് ടൈമിൽ ചെല്ലുമ്പോൾ? ഉണ്ടായിരുന്നോ? ആരും പോണില്ലേ? ഇല്ലേ. പിന്നെ എന്താ, രണ്ടാമത്തെ ദിവസം പോയപ്പോ ഒരു ഇച്ചിരി കൂടി എന്താണ്, ഭയങ്കര പാടായിരുന്നു. പിന്നെ അത് സെറ്റ് ആവുന്നത് അല്ലെ. അതായത് രണ്ടാമത്തെ ദിവസം പോകുമ്പോ ഒരു ഇച്ചിരി കൂടി, ഒരാഴ്ച ആകുമ്പോഴേ നമുക്ക് കുറച്ചറിയാൻ പറ്റും. ഏകദേശം 1 മാസം നിന്നു, 2 മാസം നിന്നു, 1 വർഷം നിന്നു. അപ്പൊ അങ്ങനെ നമ്മള് ത്രൂ എക്സ്പീരിയൻസ് ആണ് നമ്മളെ എപ്പോഴും എന്താക്കുന്നത്, ഒരു എക്സ്പേർട്ട് ആക്കുന്നത്. അതെന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും വലിയ ഇത്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി, ആദ്യം നമുക്ക് വണ്ടി ഓടിക്കാൻ പറയുമ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഇല്ലേ? ഞാനും പോയി കേട്ടോ ഡ്രൈവിങ്ങിന് പോയിട്ട്. ഞാൻ ഡ്രൈവിങ്ങിന് എനിക്കൊരു സൈക്കിൾ ബാലൻസ് കൂടി ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന് നിർബന്ധമായിട്ട് ഉന്തി തള്ളി വിട്ടതാ. അത്യാവശ്യം ഡ്രൈവിംഗ് പഠിച്ചിരുന്ന പിള്ളേരുടെ കാര്യങ്ങളൊന്നും ഒക്കെ നിനക്ക് നോക്കാലോ, ഇപ്പൊ സ്കൂളിലാണെങ്കിലും ആക്കാം, നിനക്ക് ഓഫീസിലാണെങ്കിലും നടന്നു പോണ്ട, വണ്ടി ഉണ്ടെങ്കിലും സൗകര്യത്തിന് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യം പറയാലോ. പേഴ്സണലായിട്ട് ഞാൻ പറയാണ്, ഹസ്ബൻഡ് ഉന്തി തള്ളി വിട്ടതാണ്. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ വണ്ടി സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാന്ന് ചെയ്യണ്ടേ, ഇവിടെ കുറച്ച് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ടൈം വണ്ടി എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പേടിയെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളും കേട്ടോ. ഞാൻ പെട്ടെന്ന് ടെൻഷനാവും, എനിക്ക് വിഷമവും പെട്ടെന്ന് വരും. ഞാനിത് കരയാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാനിനി പോകൂല, എനിക്ക് പറ്റില്ല എന്ന് കരച്ചിലായി. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അത് ആദ്യത്തെ ഇതുള്ളൂ, അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടത്തെ ഞങ്ങളുടെ ആ ഒരു എന്താ പഠിപ്പിക്കുന്ന സാറ് അത് കുറെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. അയ്യേ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പഠിക്കുന്നത്, അപ്പൊ നമുക്ക് എല്ലാം അറിയാം എന്നുള്ള ധാരണ ഉള്ളവർക്ക് ചിലപ്പോ കിട്ടൂല.
നമുക്ക് ടെസ്റ്റ് ഒക്കെ ഒരു ശരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്കൊരു ഭാഗ്യം കൂടി വേണം. നമ്മള് ചിലപ്പോ ശരിക്കും ഡ്രൈവ് ചെയ്യുന്നവർക്ക് ആ സമയത്ത് ചിലപ്പോൾ കിട്ടണമെന്ന് വരില്ല. അപ്പൊ പറഞ്ഞു ഇതാണ് ഒരു ഇത്, നമുക്കൊരു ഇച്ചിരി പേടിയും നമുക്കൊന്നും അറിയില്ല, നമ്മളൊരു ഇങ്ങനെ നിൽക്കുന്ന കുട്ടികളാണ് നല്ല രീതിയിലേക്ക് പെർഫോമൻസ് ചെയ്യുന്നത്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പറയാണ്. ഒന്നും പേടിക്കേണ്ട, എല്ലാം ശരിയായിക്കോളും, ഫസ്റ്റ് ടൈമിൽ തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് എന്റെ ആശാന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ഇത് കിട്ടി. പിന്നെ നല്ല ഇതായി. അണ്ട് എന്നോട് ഒരു സൈക്കിൾ ഉണ്ടോന്ന് ചോദിച്ചു വീട്ടില്. സമയം പോകുമ്പോ പിള്ളേരെ അതിൽ ഇത് പോഷൻ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണോ, എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞതാ. എന്നിട്ട് അവ സൈക്കിൾ ഉണ്ടോന്ന് ചോദിട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഒന്ന് പതുക്കി എടുത്ത് ചവിട്ടാൻ പറഞ്ഞു എന്റെ അടുത്ത്. എന്നിട്ട് നമ്മുടെ ലേഡി ബേർഡ് ഇറങ്ങിയിരിക്കണ്ടായിരുന്നേ. അപ്പൊ ഈ കുഞ്ഞിലേ മുതൽ പറഞ്ഞിട്ട് ഞാനതൊന്നും പഠിച്ചില്ല. ബ്രദർ ഞാനും കൂടെ നിൽക്കുമ്പോ ചേട്ടനൊക്കെ വേഗം പഠിച്ചെടുത്ത്, എനിക്ക് പറ്റില്ല വീടാന്ന് പറഞ്ഞിട്ട് ഞാനത് അവിടെ വെച്ചേ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ സൈക്കിൾ എടുത്ത് പതുക്കെ ചവിട്ടി പഠിച്ച്. അപ്പൊ എനിക്കൊരു വാശിയായി എന്താന്ന് പഠിച്ചാലെന്ന് വിചാരിച്ചിട്ട് കുറച്ചു പ്രാവശ്യം അപ്പൊ വീണിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ പഠിച്ച് പിന്നെ ഡ്രൈവിങ്ങിന്റെ ഇതിന് പോയി. പിന്നെ അപ്പൊ നമുക്കൊരു ഇതായല്ലോ. അപ്പൊ പിന്നെ ഓരോ ദിവസം ആകുമ്പോഴത്തേക്കും എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും ഇത്. പിന്നെ അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, എന്നും കരച്ചിലായിരുന്നു, ഞാൻ നിർത്തുവാണ്, എനിക്ക് പറ്റുള്ള പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ എടുത്ത ഭാഗ്യം ഫസ്റ്റ് ടൈമിൽ തന്നെ 2 വീലർ കിട്ടി, 4 വീലറും കിട്ടി. 2 വീലർ ഇപ്പൊ ഞാൻ അത്യാവശ്യം 2 വീലറിലാണ് വന്നത്. പക്ഷെ 4 വീലർ ഇതുവരെ ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. എനിക്ക് പേടി തന്നെയാണ്. ഒരു ലൈസൻസ് വീട്ടിൽ ഇരിക്കട്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ എന്താ പറയാ ഉപയോഗിച്ചിട്ടില്ല. വണ്ടിയൊക്കെ കാര്യം വീട്ടിലുണ്ട്, പക്ഷെ എനിക്കത് എടുക്കാനുള്ള ധൈര്യം പോരാ. അങ്ങനെ പറയേ എന്തായാലും എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ ആന്നുള്ള രീതിയിലൂടെ ഞാൻ പറഞ്ഞതാട്ടോ. അപ്പൊ എന്ത് ഇതാണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളെ നല്ലൊരു എക്സ്പേർട്ട് ആക്കുന്നത്. ഇപ്പൊ നമുക്കൊരു പേടിയില്ല, 2 വീലർ എടുക്കാൻ ഒരു പേടിയില്ല നമുക്ക്. ഇപ്പൊ ഇത്രയും വർഷങ്ങളായി ഇവിടെ തന്നെ വരാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമുക്കത് അല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലേ? ആദ്യം എടുത്തപ്പോ പേടി ഉണ്ടായിരുന്നില്ലേ വണ്ടിയൊക്കെ എടുത്ത്? പിന്നെ നമ്മൾ എല്ലാ ദിവസവും അതാകുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത് അവിടെ. ഓക്കെ, അപ്പൊ ഒരു കഥ അവിടെ കഴിഞ്ഞല്ലേ. ഇനി എന്താണ് നമ്മളൊക്കെ പറയുന്നത്? അപ്പൊ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് എന്താ, കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. ആ കമ്മ്യൂണിക്കേഷൻ ചാനല് അത് എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിരിക്കണം. ആ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല. അത് നല്ല രീതിയിൽ എംപ്ലോയർ ആണെങ്കിലും എംപ്ലോയിയും അവർ തമ്മിലുള്ള ഒരു ചാനൽ അത് പ്രോപ്പർ ആയിട്ട് തന്നെ പോകണം. ഇതൊക്കെയാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. നെക്സ്റ്റ് സെക്ഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ആരാണ് ഹ്യൂമൻ റിസോഴ്സ്? മാൻ പവർ അല്ലെ. നമ്മൾ എന്ത് ഇതാണെങ്കിലും നമ്മളവിടെ വ്യക്തി ബിൽഡിങ്ങോ കാര്യങ്ങളോ മാത്രം ഉണ്ടായാൽ പോരാ. എന്തുകൂടി വേണം അവിടെ? ഹ്യൂമൻ റിസോഴ്സ് വേണം, മാൻ പവർ വേണം. അതൊന്ന് പ്രവർത്തിപ്പിക്കാനും കാര്യങ്ങൾ ചെയ്യാനും മാൻ പവർ തന്നെ വേണം. എങ്ങനെയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ ആസൂത്രണം? മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഹ്യൂമൻ റിസോഴ്സ്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത് ആര് തന്നെയാ? ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ, അതൊക്കെ ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും വലിയ അസെറ്റ്. ഞാൻ പറഞ്ഞില്ലേ, വലിയ ഹോസ്പിറ്റൽ നമ്മൾ ഉണ്ടാക്കിയിട്ടു കാര്യമില്ല. അവിടെ ഹ്യൂമൻ റിസോഴ്സ് അത് മര്യാദയ്ക്ക് നോക്കാൻ ഇപ്പൊ പേഷ്യൻസ് വന്നു, കുറെ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പ്രോപ്പറായിട്ട് അത് ചെയ്യാനുള്ള ആളുകൾ വേണ്ടേ? അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസെറ്റ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. അണ്ടർലൈൻ ചെയ്തിടുക. ആൻഡ് നോട്ട് ദ മണി ഓർ ഫിസിക്കൽ എക്യുപ്മെന്റ്, പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള ഫിസിക്കൽ എക്യുപ്മെന്റോ ഒന്നുമല്ല. പൈസയോ ഫിസിക്കൽ എക്യുപ്മെന്റോ ഒന്നുമല്ല. മോസ്റ്റ് വാല്യുബിൾ അസെറ്റ് ഹ്യൂമൻ റിസോഴ്സ്. ഈ ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കരുത് കേട്ടോ. തെറ്റിക്കല്ലേ കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. മോസ്റ്റ് വാല്യുബിൾ അസെറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. Then human resource or manpower planning is the process in which a management determines how an organization should move from a current manpower position to its desired manpower position. അപ്പൊ എന്താണ് ശരിക്കും ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്? is the process with management determine, മാനേജ്മെന്റ് നിർണ്ണയിക്കുകയാണ് how an organization, എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ മൂവ് ചെയ്യുന്നത് from its current manpower.
ഇപ്പൊ നിലവിലുള്ള ആ പൊസിഷനിൽ നിന്ന് ആ കമ്പനി ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഡിസൈഡ് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാൻപവറിനെ കൊണ്ടുവരാനായിട്ട് അവരെ എന്താണ് അവരെ ആസൂത്രണം ചെയ്യാം. അതാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻപവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഡിറ്റർമിൻ ഹൗ ആൻ ഓർഗനൈസേഷൻ ഷുഡ് എങ്ങനെ ഓർഗനൈസേഷൻ മൂവ് ചെയ്യും. അതായത് ഇപ്പോഴത്തെ കറണ്ട് മാൻപവർ പൊസിഷനിൽ നിന്ന് അവര് കമ്പനി ആഗ്രഹിക്കുന്ന ഡിസൈഡ് മാൻപവർ പൊസിഷനിലേക്ക് എങ്ങനെ മൂവ് ചെയ്യും. അതാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻപവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. ഡെഫിനിഷൻ ആയിട്ട് പഠിക്കേണ്ട, ഡാഷ് ഇട്ടിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ദ പ്രോസസ് ഡാഷ് ഈസ് ദ പ്രോസസ് അങ്ങനെ ചോദിക്കാം. Through planning, a management strives to have a right number and a right kind of people at the right place, right time to do things which result in both the organization and the individual receiving the maximum long-range benefit. ശരിയല്ലേ? ആ കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെ ആസൂത്രണത്തിലൂടെ മാനേജ്മെന്റ് എന്തിനു ശ്രമിക്കും? സ്ട്രൈവ് എന്ന് വെച്ചാൽ പരിശ്രമിക്കുക. എന്താ? ശരിയായ നമ്പർ, ശരിയായ ആളുകള്, ശരിയായ തരത്തിലുള്ള ആളുകളെ ശരിയായ എണ്ണം ശരിയായ സമയത്ത് ശരിയായ പ്ലേസിലൊക്കെ വെച്ചാലാണ് എന്ത് പറ്റുള്ളൂ? ആ ഓർഗനൈസേഷന് മാക്സിമം ലോങ് റേഞ്ച് ബെനിഫിറ്റ് നേടാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് പറ്റില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരാളെ കൊണ്ടുവന്ന് എത്തിയിട്ട് ഒരു കാര്യമില്ല. ഓർഗനൈസേഷന് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പൊ 10 പേര് ചെയ്യേണ്ട വർക്കാണെങ്കിൽ അവിടെ ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ടും കാര്യമില്ല. അതാണ് ആ റൈറ്റ് നമ്പർ വേണം. ആ ശരിയായ ജോലിക്ക് ശരിയായ ആളുകൾ അതിനനുസരിച്ച് വേണം. അപ്പൊ ശരിയായ പ്ലേസിൽ റൈറ്റ് ടൈമിലൊക്കെ വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഓർഗനൈസേഷന് മാക്സിമം ബെനിഫിറ്റ് നേടാൻ പറ്റുള്ളൂ. അപ്പൊ ആ പാരഗ്രാഫിൽ എന്തൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്തു? മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. അടുത്തത് ഏതാണ്? നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഓർ പ്ലാനിംഗ് ഈസ് ദ പ്രോസസ് എന്നുള്ള ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ്. ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ തീരുന്ന കാര്യമല്ല. അതെന്താണ്? ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്റ്റെപ്പിലൊന്നും തീരുന്ന കാര്യമില്ല. അവരെ ഹ്യൂമൻ റിസോഴ്സ് മാൻപവറിനെ ആസൂത്രണം ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ്? നമ്മള് മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. എന്താണ് ഒന്നാമത്തെ? ടു ഡിസൈഡ് ഗോൾ ഓർ എയിം. എന്ത് ചെയ്യണം? ഗോൾ അല്ലെങ്കിൽ എയിം ഡിസൈഡ് ചെയ്യുക. എന്താണ് ആ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണ് അത് തീരുമാനിക്കുക, അത് നിശ്ചയിക്കുക. അതിനകത്ത് ആ സ്റ്റെപ്പുകൾ ഒന്ന് നോക്കി വെച്ചാൽ കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ആ സ്റ്റെപ്പ് എന്നൊന്ന് നോക്കിക്കോ. 5 പോയിന്റ്സ് ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്. The main purpose is one of matching or fitting employability enterprises requirements, emphasizing on future instead of present arrangement. അപ്പൊ ഒരു എംപ്ലോയിയുടെ കഴിവ് അല്ലെ, അതായത് നമ്മൾ അത് മാച്ച് ചെയ്യാണ് ഓർഗനൈസേഷന്റെ ഇതുമായിട്ട് ലക്ഷ്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നത്. എംപ്ലോയിയുടെ കഴിവിനെ ആ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്ന, അതുപോലെ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല എന്തുകൂടി നോക്കും, ഫ്യൂച്ചറിലെ കാര്യങ്ങളിൽ നോക്കും. അനുസരിച്ച് എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യാണ്, അതിന്റെ ഗോൾ ഡിസൈഡ് ചെയ്യാണ്. ജസ്റ്റ് നിങ്ങൾ ഒന്നാമത്തെ ആ പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടു. മെയിൻ പർപ്പസ് എന്താണ്? ആ ഗോള് നിശ്ചയിക്കണം. അതാണ് ഒന്നാമത്തെ ഹ്യൂമൻ റിസോഴ്സിന്റെ ആദ്യത്തെ ലക്ഷ്യം. എന്താണ്? ടു ഡിസൈഡ് ദ ഗോൾ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ, ഡീറ്റെയിൽ നോക്കാം. ജസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. എക്സ്പ്ലനേഷൻ നാളെ നോക്കാം. ടു ഡിസൈഡ് ഗോൾ ഓർ എയിം, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, അതാണ് കേട്ടോ. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഒന്ന് വായിച്ചു വെച്ചേക്കണം. ഇപ്പൊ അധികം ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരുന്നതോറും നിങ്ങൾക്ക് എളുപ്പമായി വരുമെന്ന്. ഇനിയും എളുപ്പമായി കൊണ്ട് ഇരിക്കുകയാണ് അടുത്തടുത്ത പോർഷൻസിലേക്ക്. ആദ്യത്തെ ഒരു ഇച്ചിരി മാത്രമേ ഉള്ളൂ, ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.